ഫെർണാണ്ടോ ടെലസ് എന്ന ലാറ്റിൻ അമേരിക്കൻ എഴുത്തുകാരൻ്റെ ലെറ്റ്സ് ലാദർ ദാറ്റ് സോൾ എന്ന ചെറുകഥയുടെ സ്വതന്ത്ര നാടക രൂപാന്തരം. ഞങ്ങൾ അവതരിപ്പിക്കുന്ന നാടകം ക്ഷൗരകീയം. ഒരു രാജ്യത്തെ ഒരു കലാപകാരൻ. സ്വപ്നമായിരുന്നു. പ്രഭാതങ്ങളിലെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യങ്ങളാകുമോ? काश ख्वाबों में आ जाऊं, बहुत तन्हा हूँ, बहुत तन्हा हूँ। काश ख्वाबों में आ जाऊं, बहुत तन्हा हूँ, बहुत तन्हा हूँ। काश ख्वाबों में ही आ जाऊं।
या मेरे ज़हन से यादों के दिए गुल कर दो, मेरे एहसास की दुनिया को मिटा दो हमदम। रात तारे नहीं अंगारे लिए आती है, इन बरसते हुए शोलों को बुझा दो। വെറുതെ നടക്കാൻ ഇറങ്ങിയതാ, നീ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് എഴുതി. എന്താ വിശേഷം? ഈ റിട്ടയർഡ് പട്ടാളക്കാരൻ എന്ത് വിശേഷം? വിശേഷങ്ങളൊക്കെ നാട്ടിലല്ലേ? കൊള്ളയും കൊലപാതകങ്ങളും തുടങ്ങിയിട്ട് എത്ര നാളുകളായി? 1 വർഷം ഇനിയും തുടരട്ടെ, ലക്ഷ്യസ്ഥാനം വരെ. കൊലാപം ഇനിയും തുടരട്ടെന്നോ? അല്ല കേട്ടോ, ഈ കലാപം മാറ്റത്തിനോടുള്ള സമരമാണല്ലോ, ഈ മാറ്റം ആവശ്യമാണെന്നേ ഞാൻ പറഞ്ഞോളൂ. മാറ്റം? ഈ കിളവന്മാരെ കണ്ണീർ കുടിപ്പിച്ചിട്ട് വേണോ മാറ്റം ഉണ്ടാക്കാൻ? എന്നുണ്ടോ ഇതൊക്കറിയോ? എന്റെ മകനെ, എന്റെ പ്രിയപ്പെട്ട മകനെ കൊന്നത് ഈ കലാപകാരികളാ. എന്തായിരുന്നു മകന്റെ പേര്? അർമാൻഡോ. പട്ടാളത്തിലായിരുന്നു. ഈ പേര് മനസ്സിൽ എവിടെയുണ്ടല്ലോ. അതെ, വടക്കൻകാടുകളിൽ ഞങ്ങളെ തേടി വന്ന പട്ടാള ഓഫീസർ, എന്റെ സഹപ്രവർത്തകർ അയാളെയും കൂട്ടരെയും ക്രൂരമായി കൊലപ്പെടുത്തി ഓർമ്മിക്കുന്നു. നിന്നെ പോലായിരുന്നു അവന്. ഇത്തിരി കൂടി പൊക്കം വരും. ഡോക്ടറോ, എന്റെ ഹൃദയത്തിലേക്കിപ്പോ ഈ തുണിക്കഷ്ടത്തിലെന്ന പോലെ 1000 സൂചികൾ കുത്തിയിറങ്ങുകയാണ്. ഈ കലാപം എന്താണെന്ന് അവസാനിക്കുക? ഇവിടെ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുമോ? അതൊന്നും എനിക്കറിയില്ല. എന്തായാലും ഈ ഭരണകൂട അനീതി അവസാനിപ്പിക്കുന്ന ദിവസം കലാപം ഇല്ലാതാകും. അത് നിങ്ങൾക്കെങ്കിലും അറിയാം. അതാണ് അവരുടെ ആവശ്യം. ലക്ഷ്യം നേടിക്കഴിഞ്ഞാൽ പിന്നെ എന്തിനാന്നേ സമരം? കലാപകാരികളിൽ അധികവും ഗ്രാമങ്ങളിൽ നിന്നുള്ള കർഷകരാണ്. കർഷകർ മാത്രമൊന്നുമല്ല, രഹസ്യമായി പലരും ഉണ്ട്. ആരൊക്കെ ഉണ്ടായാലും ഈ കലാപം വിജയിക്കാനൊന്നും പോകുന്നില്ല. അവർ ശുഭാപ്തിവിശ്വാസികളാണ്. ആര്? കലാപകാരികൾ. നിന്റെ ഇപ്പോഴും ഈ കലാപകാരികളുടെ പക്ഷത്താണല്ലോ. കേട്ടോ, ഞാൻ സത്യത്തിന്റെ പക്ഷത്താ. നിന്റെ വർത്താനം കേട്ടാ തോന്നും നീ ഒരു ബാർബറയല്ലെന്ന്. ആദ്യാവസാനം വരെ ഒരു ബാർബറാ. നിന്നോട് തർക്കിച്ചിരിക്കാൻ ഞാനില്ല, എനിക്ക് വേറെ പണിയുണ്ട്. ഫെർണാണ്ടോ, ഒരു സന്തോഷ വർത്തമാനം പറയാൻ മറന്നു. നീ ഇന്ന് ഉച്ചയ്ക്ക് നമ്മുടെ പഞ്ചായത്ത് മൈതാനം വരെ ഒന്ന് വരണം. എന്തിന്? ഇന്നലെ പിടികൂടിയ കലാപകാരികളെ അവിടെ വെച്ചാണ് വെടിവെച്ച് കൊല്ലുന്നത്. കാണാൻ നല്ല രസമായിരിക്കും. ഒരു ദുഃഖവാർത്തയില്ലേ റോബോട്ട്? എന്തിനു ദുഃഖിക്കണം? ഓരോ കലാപകാരികളും പിടിക്കപ്പെടുമ്പോഴേ എനിക്ക് പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷമാ. എന്റെ മകനെ കൊന്ന ആ വർഗം ഈ ഭൂമുഖത്തും ഇല്ലാതാകുന്ന ദിവസം കാത്തിരിക്കുകയാണ് ഞാൻ. നീ വരില്ലേ? ആരെയൊക്കെയാ വെടിവെച്ച് കൊല്ലുന്നത്? എല്ലാവരുടെ പേരൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ അവരുടെയൊക്കെ ഒരു നേതാവുണ്ട്, മറിയ തോമസ്. അല്ലെങ്കിലും പേരിലൊക്കെ എന്തിരിക്കുന്നു, നമുക്ക് കണ്ട് രസിച്ചാ പോലെ. നീ വരാൻ മറക്കരുത്. മറിയ തോമസ്, ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവേ, നീയും ഞങ്ങൾ വിട്ടു പോവുകയാണോ? ഞങ്ങളുടെ പ്രിയ നേതാവേ, താങ്കളെ കണ്ടിട്ട് എത്ര നാളെ? എവിടെയായിരുന്നു ഇതുവരെ? അതൊക്കെ പിന്നെ പറയാം. ഏതാ ആരാ ഇപ്പൊ പുറത്തേക്ക് പോയത്? അയാളോട് അടുത്ത് താമസിക്കുന്ന ഇടയ്ക്കൊക്കെ അവിടെ വരാറുണ്ട്. നമ്മുടെ വർഗ ശത്രുക്കളാണോ? എന്ന് തീർത്ത് പറയാനായിട്ടില്ല. ഓ, അപ്പൊ ശത്രുക്കളുമായിട്ടാണോ നിന്റെ കൂട്ടുകെട്ട്? താങ്കൾ എന്താണ് ഈ പറയുന്നത്?
എന്റെ ഇവിടുത്തെ ദൗത്യം ഈ ക്യാപ്റ്റൻ ടോറസിനെ നീക്കം നിരീക്ഷിക്കുക എന്നുള്ളതല്ലേ? അതെ, പക്ഷെ അതിൽ ഈ സൗഹൃദത്തിന് എന്താണ് പ്രാധാന്യം? പ്രാധാന്യമുണ്ട്. അയാളൊരു ധനികനാണ്, മാത്രമല്ല ഒരു യാഥാസ്ഥികനും. ഇവരിലൂടെയൊക്കെ മാത്രമേ ഇവരുടെ നീക്കങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കൂ. ശരി, ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ഇത്തരക്കാരുമായി ചേർന്ന് പ്രസ്ഥാനത്തെ വഞ്ചിക്കാൻ നോക്കിയാലുണ്ടല്ലോ, ചരിത്രം പാഠമായിരിക്കട്ടെ. താങ്കൾ എന്താണ് ഈ പറയുന്നത്? ഞാൻ പ്രസ്ഥാനത്തെ വഞ്ചിച്ചു വന്നോ? എന്റെ പ്രാണനാണ് പ്രസ്ഥാനം. ഇനി നിങ്ങൾക്ക് എന്നെ മനസ്സിലായില്ലേ? നിന്നെ കുറ്റപ്പെടുത്താൻ പറഞ്ഞല്ല, മറക്കരുതെന്ന് ഓർമ്മിപ്പിച്ചതാണ്. എന്നെ വിശ്വസിക്കൂ. വഞ്ചിച്ചു എന്ന് തോന്നിയാൽ എന്നെ കൊന്നോളൂ. ശരി, അതെല്ലാം മറന്നേക്കും. നിനക്ക് വേദനിച്ചെങ്കിൽ ക്ഷമിക്കുക. ഞാൻ വന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യം നിന്നെ ഏൽപ്പിക്കാനാണ്. രാത്രിയിൽ വരണമെന്ന് കരുതിയതാ, പക്ഷേ പോലീസ് പെട്രോളിംഗ് കൊണ്ടുകൊണ്ട് സാധിച്ചില്ല. മറിയ തോമസ് അടക്കമുള്ളവരുടെ വധശിക്ഷ ക്യാപ്റ്റൻ ടോറസ് അവരെ പിടികൂടി വൈകിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഞാൻ അറിഞ്ഞിരുന്നു. ആ, അപ്പൊ കാര്യങ്ങൾ എളുപ്പമായി. അവരെല്ലാം വെടിവെച്ചു കൊല്ലാനാണ് ക്യാപ്റ്റൻ ടോറസിന്റെ തീരുമാനം. മറിയ തോമസ് നമ്മുടെ പ്രിയ നേതാവ്. ഇത് ദുഃഖിക്കാനുള്ള സമയമല്ല, പ്രവർത്തിക്കാനുള്ള സമയമാണ്. ലക്ഷ്യത്തിലെത്താൻ ഏത് മാർഗം സ്വീകരിക്കാൻ തയ്യാറായിട്ടുള്ളവരാണ് നമ്മൾ. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമുക്കല്ല, നിനക്ക്. ഇന്ന് വൈകിട്ട് മറിയ തോമസ് അടക്കമുള്ളവരുടെ വധശിക്ഷ നടപ്പിലാക്കരുത്. എനിക്കെങ്ങനെ തരാൻ കഴിയും? അത് ചെയ്യാൻ ക്യാപ്റ്റൻ ടോറസ് ജീവനോടെ ഉണ്ടാവരുത്. താങ്കൾ എന്താണ് ഈ പറയുന്നത്? ടോറസിനെ കൊല്ലണമെന്നോ? എന്താണ് ഇതിൽ ഇത്ര പുതുമ? നമ്മൾ എത്രയോ പട്ടാളക്കാരെ കൊന്നിരിക്കുന്നു, അതുപോലെയാണ് ഇതും. എങ്കിലും എന്താ, നിനക്ക് ഭയമുണ്ടോ? ഇല്ല, പക്ഷെ ഞാൻ ഒറ്റയ്ക്ക്. ആദ്യമായി നിന്നെ ഒറ്റക്കൊരു ദൗത്യം ഏൽപ്പിക്കുകയാണ്. ഇത് വളരെ എളുപ്പം ചെയ്യാൻ നിനക്ക് സാധിക്കും. എങ്ങനെ? പറയാം. ഈ നഗരത്തിലെ ഏറ്റവും നല്ല ബാർബറാണ് നീ. മാത്രമല്ല, ക്യാപ്റ്റൻ ടോറസ് സംഘവും ക്യാമ്പ് ചെയ്യുന്ന മൈതാനത്തിനടുത്താണ് നിന്റെ ഈ കട. 3-4 ദിവസമായി ക്യാപ്റ്റൻ ടോറസ് നമ്മുടെ ആളുകളെ തേടി കാട്ടിലായിരുന്നു. ഇന്നലെ രാത്രി തിരിച്ചെത്തിയാണ് മുഗൾ ഷെയ്ഖാൻ ഇവിടെ വരും. അപ്പൊ നീ അയാളെ കൊല്ലണം. താങ്കൾ എന്താണ് ഈ പറയുന്നത്? ഈ ചൗരക്കത്തി കൊണ്ട് ആളെ കൊല്ലാനോ? ഞാനൊരു മനസ്സാക്ഷിയുള്ള ബാർബറ. അതിനേക്കാളും നീ ഒരു കലാപകാരിയാണ്. പക്ഷെ കൊലപാതകല്ല. കലാപത്തിന്റെ ഭാഗം തന്നെയാണ് ഈ കൊലപാതകവും. എങ്കിലും എന്നെ വിശ്വസിച്ച് ഷേവ് ചെയ്യാൻ വരുന്നയാള് ശത്രുവിനെ വകവരുത്താൻ കിട്ടിയ ഏറ്റവും നല്ല അവസരമാണത്. നീ പറഞ്ഞിട്ടില്ലേ പ്രസ്ഥാനം നിനക്ക് പ്രാണനാണെന്ന്? പറഞ്ഞത് സത്യമാണെങ്കിൽ നീ അത് തെളിയിക്ക്. എന്താ, ഞാൻ പറഞ്ഞ പോലെ നീ ചെയ്യില്ലേ? ചെയ്യാം, പക്ഷെ ഇവിടെ വെച്ചല്ല, അയാളുടെ ക്യാമ്പിൽ വെച്ച്. മണ്ടത്തരം പറയാതെ. ക്യാമ്പിൽ ചെന്നാൽ നീ പിടിക്കപ്പെടും. എല്ലാ രഹസ്യം അറിയാവുന്ന നീ പിടിക്കപ്പെട്ട പ്രസ്ഥാനം തകർന്നു എന്ന് കരുതിയാ മതി. എനിക്കതിന് കഴിയില്ല. ഈ ചൗരക്കത്തി കൊണ്ട്, രോമം മുറിക്കുന്ന ഈ കത്തി കൊണ്ട് മനുഷ്യന്റെ കഴുത്ത് മുറിക്കണം. വെറുണ്ടോ, ജന്മം കൊണ്ട് നീ ഒരു ശുരകനായിരിക്കാം, പക്ഷേ കർമ്മം കൊണ്ട് നീ ഒരു കലാപകാരിയാണ്. പറയൂ ഫെർണാണ്ടോ, നിനക്ക് വലുത് ഈ ശുരകപ്പണിയോ അതോ ഈ പ്രസ്ഥാനമോ? നിനക്ക് വലുത് മറിയ തോമസിന്റെ ജീവനോ അതോ ടോറസിന്റെ ജീവനോ? നീ തീരുമാനിക്കും. പക്ഷേ ഒന്നോർത്തോ, പ്രസ്ഥാനത്തെ അനുസരിക്കാത്തവൻ അതിന്റെ ഭാഗമല്ല. അതുപോലെ തന്നെ പ്രസ്ഥാനത്തിന്റെ എല്ലാ രഹസ്യവുമായി നിനക്ക് സ്വതന്ത്രമായി ജീവിക്കാമെന്നും കരുതണ്ട. ഞാനത് ചെയ്യാം. ഈ ചൗരക്കത്തി കൊണ്ട് ഷേവ് ചെയ്യാൻ വരുന്ന ടോറസിനെ കഴുത്ത് മുറിച്ച് കൊള്ളാം. ഫെർണാണ്ടോ, ഇപ്പോഴാണ് നീ യഥാർത്ഥ കലാപകാരിയായത്. ഞാൻ പറഞ്ഞതെല്ലാം ഭംഗിയായി ചെയ്യുക. ഈ അവസരം പാഴാക്കരുത്. ഇനിയും ഞാനിവിടെ നിന്നാൽ അപകടമാണ്. ഞാൻ ഈ പരിസരത്തിനുണ്ടാവും. ഇങ്ങനെ തുറച്ചു നോക്കുന്നത് എന്നെ മനസ്സിലായി. ഞാൻ ക്യാപ്റ്റൻ ടോറസ്, കലാപകാരികളെ പിടികൂടാൻ നിയോഗിച്ച ദൗത്യ സംഘത്തിന്റെ തലവൻ. കേട്ടിട്ടുണ്ട്.
നാലഞ്ച് ദിവസമായി കാട്ടിലായി കലാപകാരികൾ ഉൾക്കാട്ടിലേക്ക് പോകേണ്ടി വന്നെങ്കിലും അവരിൽ പ്രധാനികളെയും പിടികൂടാൻ അവരുടെ നേതാവ് മറിയാ തോമസ് ഉൾപ്പെടെ കാട്ടിലായിരുന്ന ദിവസങ്ങളിലൊന്നും ഷേവ് ചെയ്യാൻ കഴിയും. ഒന്ന് ഷേവ് ചെയ്യൂ. എന്ത് ചെയ്യാൻ പോകും? ശിക്ഷകൻ വാദശിക്ഷ തന്നെ. ഞങ്ങൾ ചെയ്യുന്നത് കണ്ട് അവരൊരു പാഠം പഠിക്കും. പോയിട്ട് വളരെയേറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. പെട്ടെന്നാട്ടെ. മുൻപൊരിക്കലും നിങ്ങളെ എനിക്ക് ഇത്ര അടുപ്പിക്കില്ല. എന്റെ ദൗത്യം നിറവേറ്റാൻ സുവർണ അവസരമാണിത്. ഞായറാഴ്ച നിങ്ങൾ പ്ലാൻ ചെയ്തതൊന്നും നടക്കും. എന്റെ കണ്ണി വരയ്ക്കുന്നല്ലോ. സമയമായിട്ട് സമയം. ഞങ്ങൾ കുറെ പേരെ ശവം കൊണ്ടുവന്നിട്ടുണ്ട്. കുറെ പേരെ ജീവനോടെ. ഇന്ന് വൈകുന്നേരം ആകുമ്പോ ഒറ്റ ഒരുത്തനും ജീവനോടെ ഉണ്ടാക്കില്ല. ഞാൻ അയാളോട് ഒരു വർഷത്തെ താടി മുഴുവൻ ക്ഷൗരം ചെയ്ത് കഴിഞ്ഞു. നമുക്ക് നീളക്കൂടുതലില്ല. 4 ദിവസത്തെ ഉടച്ച മാത്രം. പക്ഷേ മരണാത്ത നമുക്ക് അടുത്തതുമാണ്. എങ്കിലും ഏതൊരു പതിവുകാരനെന്ന പോലെ ഞാനത് ശ്രദ്ധിക്കണം. പതുക്കെ ഒരു തുള്ളി രക്തം പോലും പൊടിച്ച് ഞാൻ ചെയ്തു. പക്ഷെ ഞാനൊരു ദൗത്യം മറക്കുകയാണ്. മുന്നിൽ നിൽക്കുന്ന മരണമാണെന്നറിയാതെ കത്തിയുടെ അടുത്ത സ്പർശത്തിനായി ചാരിക്കിടക്കുന്ന ഇയാളെ കൊന്നാൽ ദൈവത്തിന്റെ കോടതി ഞാൻ എന്ത് ഉത്തരം പറയും? ശത്രുവിനെ കയ്യിൽ കിട്ടിയിട്ടും ജീവനോടെ പോകാൻ അനുവദിച്ചാൽ സ്ഥാനത്തിന്റെ കോടതിയിൽ ഞാൻ എന്ത് പറയും? ദൈവമേ, എനിക്ക് കത്തിക്ക് മൂർച്ച പോയി. പഞ്ചായത്തിലേക്ക് വരിക. അവിടെ കാണിക്കാൻ പോകുന്നു. കലാപകാരികളെ കൊണ്ട് ചില കലാപരിപാടികളൊക്കെ ചെയ്യിക്കും. എങ്ങനെ? അതിപ്പോഴും എനിക്ക് തീർച്ചയായിട്ടില്ല. പക്ഷേ നമ്മളത് രചിക്കും.
വ്യക്തിയുടെ ചലനത്താൽ ടോറസ് നവീകരണം പ്രാപിച്ചിരിക്കുന്നു. ബാർബർ ഷോപ്പിൽ വരുന്ന ഏതൊരാൾക്കും സംഭവിക്കുന്നത് പോലെ അയാൾക്കും വന്നതിനേക്കാൾ പ്രായം കുറഞ്ഞു. പക്ഷെ ഞാനെന്റെ ദൗത്യം മറക്കുകയാണ്. സത്യത്തിൽ എനിക്കത് ചെയ്യാൻ കഴിയും. കാരണം ഞാനൊരു മനസ്സാക്ഷി അയാളുടെ കഴുത്ത് നോക്കി രക്തം കേട്ടു. ഞാൻ അയാൾക്ക് എതിർക്കാനുള്ള സമയം പോലും കൊടുക്കില്ല. മാത്രമല്ല കണ്ണടച്ചിരിക്കുന്ന ഞാൻ എന്റെ തിളങ്ങുന്ന കണ്ണുകളോ കത്തികളോ വായ്പയോ അയാൾ കാണില്ല. അയാളുടെ കഴുത്ത് രക്തം ചീറ്റുന്നു. എന്റെ കയ്യിലും നിലത്തും കസേരയിലും എല്ലായിടത്തും ചൂടുള്ള രക്തം നിലത്ത് കൂടി ഇഞ്ചിച്ചായ ഒഴുകും. മായ്ക്കാനാവാതെ എന്നെ ഉൾക്കൊള്ളാനാവാതെ ഒരു ചുവന്നരുവിയായി അത് തെരുവിലെത്തുന്നവരെ ഒരു ഉച്ചാട്ട് ആഴത്തിനൊരു മുറിവ്. അയാൾ വേദന സഹിക്കേണ്ടി വരില്ല. പക്ഷെ ഞാൻ എവിടെ പോയി ഒളിക്കും? എന്റെ ഒളി സങ്കേതങ്ങൾ വരെ പിന്തുടരും. പിന്നെ മരണശക്ക സാക്ഷാത്കാരത്തിന്റെ നിർവൃതി എന്നെ അഭിനന്ദനങ്ങൾ കൊണ്ട് പൊതിയും. കൊലപാതകമോ വീരപുരുഷനോ ഏത് കുപ്പായം പെണ്ണ് കഴിക്കുമ്പോഴാണ് എന്റെ വിധി ഈ ക്ഷൗരക്കത്തിയുടെ വക്കീലാണ് ആശ്രയിച്ചിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവൻ, നാളായി എന്നെ കാണാൻ വന്നിട്ട്. ഞാൻ എത്ര കത്തയച്ചെന്നോ അത്ര വല്ല തിരക്കാണോ ഇവിടെ? കലാപം പ്രളയമാണെന്നും അനീതിയുടെ സൗധങ്ങൾ അതിൽ കടപുഴകി വീഴുമെന്നും കേട്ടപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല ഫെർണാണ്ടോ ഒരു കലാപകാരിയാണെന്ന്. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി എന്തിനാണ് ഫെർണാണ്ടോ പട്ടാളക്കാർ കലാപകാരികളെ കൊന്നെന്നും ഗവൺമെന്റ് മന്ദിരങ്ങൾ തകർത്തെന്നും കേട്ടപ്പോൾ എനിക്ക് പേടിയാകുന്ന ഫെർണാണ്ടോ വരും, തിരിച്ചു വരും. നമ്മുടെ ഗ്രാമത്തിൽ ഒരു ബാർബർ ഷോപ്പ് ഇല്ലല്ലോ. ഒരു ഷോപ്പ് തുടങ്ങിയാൽ നാട്ടുകാർക്കൊക്കെ പ്രയോജനമായി. മാത്രമല്ല ഫെർണാണ്ടോയുടെ സാന്നിധ്യം എനിക്ക് എപ്പോഴും ഉണ്ടാവുകയും ചെയ്യും. വരണം ഫെർണാണ്ടോ, വരണം. മടങ്ങി വരൂ. വരില്ലേ? ഞാൻ കാത്തിരിക്കും. വരണം. ഫെർണാണ്ടോ, ഞാനൊരു കാര്യം പറയട്ടെ. നമ്മൾ ആഘോഷിച്ച പ്രണയരാത്രികളിലെന്നോ നിങ്ങൾ എന്നെ സംക്രമിപ്പിച്ച ജീവന്റെ തുടിപ്പ്, അതെ, നിന്റെ കുഞ്ഞ് എന്റെ വയറ്റിൽ വളരുകയാണ്.
ദിവസങ്ങൾക്കുള്ളിൽ അവൻ അല്ലെങ്കിൽ അവൾ നമ്മളെ കാണാൻ വരും. വരില്ലേ ഫെർണാണ്ടോ? നമ്മുടെ കുഞ്ഞിനെ കാണട്ടെ. മാത്രമല്ല ഫെർണാണ്ടോയുടെ സാമീപ്യം ഞാനിപ്പോൾ അതിയായി ആഗ്രഹിക്കുന്നു. വരണം, നമ്മുടെ കുഞ്ഞിനെ കാണാൻ വരണം. വരണം, ഞാൻ കാത്തിരിക്കും. വരണം, വരണം. വരില്ലേ? അവളിപ്പോ പ്രസവിച്ചു. എനിക്കിനെ കുഞ്ഞിനെ കാണണം. കലാപത്തിന്റെ ഭാഗമായ കൊലപാതകയെ ഞാൻ വലിച്ചെറിയുന്നു. ടോറസ്, നിങ്ങളൊന്ന് ഷേവ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് എൻ്റെ അടുത്ത് വന്നത്. ഞാൻ എൻ്റെ ജോലി മാന്യമായി ചെയ്തു തീർന്നു. എൻ്റെ കയ്യിലും നിലത്തും രക്തം പുറമെന്നിരിക്കില്ല. ഹൃദയ ശോഭോത അത് മതി. നിങ്ങളൊരു ആരാച്ചാരും ഞാനൊരു ബാർബറുമാണ്. വ്യവസ്ഥിതികളുടെ ക്രമത്തിൽ ഓരോരുത്തർക്കും അവരുടേതായ സ്ഥാനമുണ്ടെന്നിരിക്കും. താങ്ക്സ്. ബെർണാഡോ, നിങ്ങൾ എന്നെ കൊല്ലുമെന്ന് അവരെന്നോട് പറഞ്ഞിരുന്നു. അത് നേരത്തെ അറിയാനാണ് ഞാനിവിടെ വന്നത്. കൊല്ലുന്നത് അത്ര എളുപ്പമല്ല ബെർണാഡോ, എളുപ്പമല്ല. ടോറസിനെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. രക്ഷപ്പെടാം, അല്ലെങ്കിൽ ആരെ കൊല്ലും. ഇപ്പോൾ ഈ പട്ടണത്തിലേക്ക് എനിക്ക് എന്റെ കുഞ്ഞിനെ കാണാൻ കഴിയില്ല. മുഖേകരിയായിരിക്കുമോ? ആ കുട്ടിയാണോ പെൺകുട്ടിയാണോ എനിക്ക് കാണാൻ നിൽക്കുമായി. രക്ഷപ്പെടാനുള്ള തയ്യാറെടുപ്പാണല്ലേ? അയാളെ തിരിച്ചറിഞ്ഞു. നിന്റെ വേറെ സംസാരം കേട്ട അയാളെ തിരിച്ചറിഞ്ഞില്ല. അത്ഭുതമുള്ളൂ. ഞാൻ ഈ പട്ടണം വിടുകയാണ്. എന്തിന്? അല്ലെങ്കിൽ അയാളെ കൊല്ലും. അതിന് ഞാൻ സമ്മതിക്കില്ല. നിന്നെ കൊല്ലുന്നത് ഈ ഞാനായിരിക്കും, ഈ പ്രസ്ഥാനമായിരിക്കും. നീ ക്യാപ്റ്റൻ ടോറസിനെ വെറുതെ വിട്ടു. മറിയ തോമസിനെ രക്ഷപ്പെടാനോ സുവർണാവസരം പാഴാക്കിയില്ലേ? എനിക്കത് കളിക്കില്ലല്ലോ. എന്നോട് ക്ഷമിക്കണത്രേ. നിന്റെ ക്ഷമാപണത്തിലൂടെ എന്താണ് പ്രസക്തി? നമ്മുടെ നേതാക്കന്മാരെ അടക്കം കൊല്ലാൻ ക്യാപ്റ്റൻ ടോറസ് തീരുമാനമെടുത്തിരിക്കുകയാണ്. ഞാനൊരു കാര്യം പറയട്ടെ. എനിക്കൊരു കുട്ടിയുണ്ടായി. അതിനെ ഒന്ന് കാണാനെങ്കിലും. കലാപത്തിന്റെ പാതയിൽ രക്തബന്ധങ്ങൾക്ക് എന്താണ് പ്രസക്തി? നിന്നോട് ക്ഷമിച്ച ഇനിയുള്ളവർ ഈ തെറ്റ് ആവർത്തിക്കും. നീ ചെയ്ത വഞ്ചനയ്ക്ക് പ്രസ്ഥാനത്തിന്റെ മറുപടി മരണമാണ്. മരണം. കലാപകാരികളുടെ വിവാദമായി നീയൊക്കെ ഇവിടുന്ന് ജീവനോടെ വേണോ അതോ ജനമായി പോണോന്ന് ഞാൻ തീരുമാനിക്കും.
Light on, please.